ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? പിന്നെ പെരുന്നാളാവാറായില്ലേ? ഡ്രസ്സ് എടുക്കണ്ടേ മക്കളെ? അങ്ങനെ നമ്മളും ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. പിന്നെ പെരുന്നാൾ ഡ്രസ്സ് എടുക്കലൊന്നും ഒറ്റ പ്രാവശ്യം ഷോപ്പ് ചെയ്താലൊന്നും തീരാൻ പോകുന്ന സംഭവമൊന്നുമല്ല. അതെല്ലാവർക്കും അറിയായിരിക്കും. ഞങ്ങളൊന്ന് ഈവനിങ് ജസ്റ്റ് നോക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഇത്ര നോമ്പായിട്ട് നമ്മൾ പോയിട്ടില്ല, എങ്ങോട്ടും പോയിട്ടില്ല, ഡ്രസ്സിൻ്റെ കാര്യങ്ങളായിട്ട് പോയിട്ടില്ല. അങ്ങനെ മാംഗ്ലൂരുള്ള വിശാൽ മാർട്ടിലാണ് കേട്ടോ ആദ്യം വരുന്നത്. ഞാൻ മുമ്പൊരു തവണ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കിഡ്സിൻ്റെ ഡ്രസ്സൊക്കെ നല്ല നല്ല അഫോർഡബിൾ പ്രൈസിന് നല്ല ഡ്രസ്സസൊക്കെ അവൈലബിൾ ആണ് ഈ ഷോപ്പിൽ. അത് നമ്മൾ ആദ്യം ഇവിടെ കണ്ടു വന്നത്. കളക്ഷൻസ് പുതിയതൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട്. കുട്ടികളുടെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഡ്രസ്സസ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സസ് വന്നിട്ടുണ്ട്. ചെറിയ പ്രൈസേ ഉള്ളൂ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. 99, 129, 199 അങ്ങനെയൊക്കെ. ലൈക്ക് ആർക്കായാലും പോയാൽ മേടിക്കാണ്ട് ആരും വരില്ല. അത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസാണ് ഇവിടെ. മാംഗ്ലൂരുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കാം. നിങ്ങളെന്തായാലും മേടിക്കാണ്ട് വരില്ല, എന്തെങ്കിലും ഒന്ന് മേടിക്കും. അത്രയ്ക്ക് കളക്ഷൻ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈദിൻ്റെ ആണെന്ന് തോന്നുന്നു. പെരുന്നാളിനടുപ്പിച്ചുള്ള കുറേ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ മെയിനായിട്ട് അത് തന്നെ നോക്കാൻ പോയത്. എന്തായാലും പെരുന്നാളാകുമ്പോൾ കുറച്ച് സ്റ്റോക്കൊക്കെ പുതിയത് വരുമല്ലോ. അങ്ങനെ ഇങ്ങനത്തെ നൈറ്റ് വെയർസൊക്കെ ഇല്ലേ കുട്ടികളുടെതൊക്കെ 99 ഉള്ളൂ കേട്ടോ, 99. നല്ല 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 ക്യൂട്ടായിട്ടുള്ള കളേഴ്സിലും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ ചൂടും കൂടിയല്ലേ, നല്ല ചൂടല്ലേ. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഫുൾ കവറേജുള്ള ഡ്രസ്സൊന്നും ഇടാൻ തീരെ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ സ്ലീവ്ലെസ്സൊക്കെ നല്ല രസമുണ്ടാവും, അവർക്കും ഒരു കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനത്തെ കുറേ ഡ്രസ്സസ് കോട്ടണിലൊക്കെ വരുന്ന 99 തന്നെയാണ് റേറ്റ് വരുന്നത്. 99 പിന്നെ 129 അങ്ങനെയൊക്കെ. ഈ സൈഡ് മൊത്തം കുട്ടികളുടെ തന്നെയാണ് കേട്ടോ. ഇന്നെന്തായാലും ഞാൻ നോക്കി വെക്കുന്നേ ഉള്ളൂ, മോൾക്ക് ഡ്രസ്സ് എടുക്കുന്നില്ല. കാരണം ഓളെ കൂട്ടിക്കൊണ്ട് വന്നാലൊന്നും നടക്കില്ല. പിന്നെ ഇങ്ങനത്തെ ഈ ഫ്രോക്ക്, ലൈക്ക് സ്കേർട്ട് ആൻഡ് ടോപ്പ് അങ്ങനത്തെ ടൈപ്പിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അതും നല്ല രസമുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലാണെങ്കിൽ ഇങ്ങനത്തെ ലൈക്ക് ഫുഡ് പ്രോഡക്റ്റ്സ് ഒക്കെ ഇല്ലേ, ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്, പിന്നെ അങ്ങനത്തെ ഗ്രോസറി ഐറ്റംസ്, അതൊക്കെ ഉള്ളത് മുകളിലത്തെ ഫ്ലോറിലാണ്. ഈ വിശാൽ മാർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡ്രസ്സിനും പിന്നെ വീട്ടിലേക്കുള്ള ഗ്രോസറി ഐറ്റംസ് അങ്ങനത്തെ എല്ലാത്തിനും വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് കയറിയാൽ മതി. ഇപ്പോൾ ഷോപ്പിംഗ് മോളിലാണെങ്കിൽ ഈ സെയിം സംഭവം ഉണ്ടാകും, പക്ഷേ ഡ്രസ്സിന് അത്യാവശ്യം വിലയൊക്കെ ആയിരിക്കും. ഇവിടെ അങ്ങനെയല്ല, നല്ല അഫോർഡബിൾ പ്രൈസാണ്. പ്ലസ് എല്ലാ ഐറ്റംസും കിട്ടും. നമുക്ക് ഒരു ഷോപ്പിൽ കയറിയാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാം, ഈവൻ ഇലക്ട്രോണിക്സ് ഐറ്റംസ് അങ്ങനത്തെ എല്ലാം ഉണ്ട് ഓൾ ടുഗെദർ. കുട്ടികളുടെ ഇങ്ങനത്തെ സ്കൂളിൻ്റെ പ്രോഡക്റ്റ്സൊക്കെ ഇല്ലേ, എന്താ പറയുക, ബുക്സ്, പെൻസിൽ, അങ്ങനത്തെ കുറേ സ്റ്റേഷനറി ഐറ്റംസ് അതൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ കിച്ചൺ ഐറ്റംസ്, നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന കണ്ടെയ്നേഴ്സ്, അങ്ങനത്തെ ഒക്കെ നല്ല ഓഫർ പ്രൈസിലുണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ ഒരു ഹോം ഡെക്കോറേറ്റ് യൂസ് ചെയ്യുന്ന കുറേ ചെടികളൊക്കെ ഉണ്ട്, ഫ്ലവർ പോട്ട്സ് അങ്ങനെയൊക്കെ. നല്ല ക്യൂട്ടല്ലേ ബെഡ്റൂമിലൊക്കെ ഇങ്ങനെ. ഇതിൻ്റെയൊക്കെ ഈ ഡെക്കോറിൻ്റെ ക്രേസ് ഉള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ സാധനങ്ങളാണ്. പിന്നെ കിച്ചൺ ഫൈൻസ് കുറേ ഉണ്ട് കേട്ടോ. ഗ്ലാസ്, അങ്ങനത്തെ കപ്പ്, മറ്റേ കുറച്ച് വെറൈറ്റി ഒക്കെ ഉള്ള കുട്ടികളുടെ ഫീഡിങ് ബോട്ടിൽ, പിന്നെ വാട്ടർ ബോട്ടിൽസ്, അങ്ങനത്തെ കുറേ ബോട്ടിൽസിൽ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ആണ്, പിന്നെ മറ്റേ സ്റ്റീലിൻ്റെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഗ്രോസറി ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കുക ഡ്രസ്സ് തന്നെയാണ്. ജീൻസിനൊക്കെ നല്ല ഓഫർ പ്രൈസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ ജീൻസൊക്കെ ബൈ 1 get 1, ലൈക്ക് 699 ആണ് പ്രൈസ്. പക്ഷേ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അങ്ങനെ. പിന്നെ നമ്മുടെ മുതലാളി ഇവിടെ ഫുൾ ടോയ്സ് വലിച്ചു കൂട്ടുന്നൊരു പണിയിലാണ്. നോക്കിക്കേ, ഓളോളെ ഇഷ്ടത്തിന് വേണ്ടത് എടുത്തിട്ടിട്ടുണ്ട്. ഇതൊന്നും ഞാൻ മേടിക്കാൻ പോകണില്ല, അത് വേറെ കാര്യം. പക്ഷേ ഓള് കരഞ്ഞ് സീനാക്കിയിട്ട് അതിൽ നിന്നൊരു 3-4 ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം.
ഞാൻ യൂഷ്വലി ഇങ്ങനെ പോകുമ്പോൾ അവളെ കൊണ്ടുപോകലില്ല. ഒന്നാമത്തെ റീസൺ ഇത് തന്നെയാണ്. വാരി വലിച്ചിടും, പിന്നെ ഭയങ്കര കരച്ചിലും ഇതൊക്കെ ആയിരിക്കും മേടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നിട്ട് മനുഷ്യൻ്റെ നാണം കെടുത്തും. കരഞ്ഞ് സീനാക്കുമ്പോൾ നമ്മൾ എന്തായാലും മേടിച്ചു കൊടുക്കുമല്ലോ. അങ്ങനത്തെ ഒരു നല്ലൊരു ഐഡിയ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഗഫൂർക്ക് ദുബായ് പോണ പോലെ പെട്ടിയും തൂക്കിക്കൊണ്ട് പോണുണ്ട്. അതിപ്പം മറ്റേ കിച്ചൺ സെറ്റിൻ്റെ എന്തോ ഒരു സാധനം, പക്ഷെ അത് അങ്ങനത്തെ ഒരു 3-4 ഉണ്ട് വീട്ടിൽ. ഓക്ക് സ്റ്റിൽ അത് തന്നെ വേണം. നമ്മളങ്ങനെ ബാഗൊക്കെ കുറച്ച് പുതിയ കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുറച്ച് നോക്കി. എൻ്റെ കയ്യിലുള്ള ബാഗില്ലേ, ഇതിന് 299 ഉള്ളൂ. 299 പിന്നെ കുറേ ബാഗ്സ് ഉണ്ട്. കുറച്ച് സ്റ്റാൻഡേർഡ് ടൈപ്പിലുള്ള കുറച്ച് ബാഗ്സ് ഒക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് 799 അങ്ങനെ ആ പ്രൈസിലൊക്കെയാണ് വരുന്നത്. പക്ഷെ നല്ല വലുതാണ് കേട്ടോ, നല്ല സ്പേഷ്യസും കൂടിയാണ്. കുറേ സാധനങ്ങളിട്ട് നമുക്ക് ക്യാരി ചെയ്യാം, അങ്ങനത്തെ ടൈപ്പാണ്. തൊണ്ടയ്ക്ക് എന്തോ പറ്റി. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ജീൻസിന് നല്ല ഓഫർ ഉണ്ട് കേട്ടോ. ഇത് ലേഡീസിൻ്റെ ജീൻസാണ്. നല്ല കുറേ വെറൈറ്റി ഉണ്ട്. മോം ഫിറ്റ്, വൈഡ് ലെഗ് ജീൻസ്, മറ്റേ ഫിഷ് കട്ട്, അങ്ങനെ കുറേ ജീൻസിൽ മൊത്തം വെറൈറ്റീസ് ആയിരുന്നു. ഇപ്രാവശ്യം കുറേ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ ടീഷർട്ട്സൊക്കെ 150 അങ്ങനെയൊക്കെ റേഞ്ച്. സ്റ്റാർട്ടിങ് പ്രൈസ് ഇവിടെ ടീഷർട്ടിന് 89 ആണ് കേട്ടോ. 89, 99 അങ്ങനെയൊക്കെയാണ്. ഡെയിലി വെയറിന് അടിപൊളി ടീഷർട്ട്സൊക്കെ കിട്ടും. ഹോസ്റ്റലിലുള്ള കുട്ടികളൊക്കെ ഓൾമോസ്റ്റ് വന്നുകൊണ്ടാണ് സംഭവമാണ് ഇതൊക്കെ. ഞാൻ അതിൻ്റെ അടുത്ത് തന്നെയാണ് മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ലാബിൽ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമായിരുന്നു. എപ്പോൾ വരുമ്പോഴും കുറേ കുട്ടികളുണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാവും. ബിക്കോസ് ഇപ്പോൾ മലയാളീസിൻ്റെ കുറേ ആൾക്കാർ മാംഗ്ലൂർ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാരില്ല. അവർക്കൊക്കെ നല്ല അഫോർഡബിൾ, എന്തായാലും സ്റ്റുഡൻസ് ആകുമ്പോൾ അഫോർഡബിളുള്ള ഷോപ്പിംഗ് സെൻറ്ററേ നോക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് എനിക്കൊരു ഫേവറേറ്റ് സെക്ഷനാണ് കേട്ടോ. ഈ ഷോർട്ട് കുർത്തീസ് ഇല്ലേ, ജീൻസിൻ്റെ ഒക്കെ നല്ല സെറ്റായിട്ട് പോകുന്ന സംഭവമല്ലേ, അത് കുറേ കളക്ഷൻ ഇപ്രാവശ്യം ഞാൻ കണ്ടു. ഇല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ വെറൈറ്റീസ് ഉണ്ടാവലില്ല. പക്ഷേ ഇപ്രാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. ആ പിങ്ക് ആണെങ്കിലും ഡാർക്ക് കളേഴ്സ് അല്ലേ, അപ്പോൾ ഒന്നും കൂടി നമ്മളെ സ്കിൻ ടോൺ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ടൈപ്പ് ഓഫ് കളേഴ്സ് ഉണ്ട്. ബ്രൈറ്റ് കളേഴ്സ് ആയിരുന്നു ഇപ്രാവശ്യം കൂടുതലും. യെല്ലോ, അത് അടിപൊളിയായിരുന്നു. ഈ പിങ്ക് നല്ല രസമുണ്ടായിരുന്നു. ഇത് നമ്മൾ വൈഡ് ലെഗ് ജീൻസിൻ്റെ ഒക്കെ പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും. ഈ ഗ്രീൻ ഷെയ്ഡ് ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓഫ് കളറായിരുന്നു. പിന്നെ ഷെയ്ഡ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും വാങ്ങിക്കാൻ പോണില്ല, ഇങ്ങനെ ജസ്റ്റ് നോക്കി. ഇപ്രാവശ്യം കുറച്ച് തിരക്കും കൂടി ഉണ്ടായിരുന്നു, പെരുന്നാളിൻ്റെ സീസൺ ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മളവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട്, ഇത് കണ്ടില്ലേ ഓളെ ടോയ്സ്, ഓളെ നേരത്തെ ഫുള്ളാക്കി വെച്ചത്. പിന്നെ ഈ മാജിക് ബുക്ക്, പെന്ന്, അങ്ങനത്തെ എന്തോന്ന്, ഇതൊക്കെ ഓൾറെഡി കുറേ ഓള് യൂസ് ചെയ്തിട്ട് കളഞ്ഞ സംഭവങ്ങളാണ്. പിന്നെയും കാണുമ്പോൾ അത് മേടിക്കും. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ പിന്നെ പോയത് ഓൾമോസ്റ്റ് ഇത് ഈവനിങ് ഒരു 6 o'clock ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണല്ലോ ഫോറം മാൾ, ഫിസ മാൾ. അപ്പോൾ അവിടെ ഒന്ന് കയറാൻ വിചാരിച്ചു, ബിക്കോസ് സ്റ്റുഡിയോയിലൊന്ന് പോകണം. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടെ ആണെങ്കിൽ റമദാൻ്റെ ഫുള്ള് ഡെക്കോറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൈബായിരുന്നു. ഉള്ളിലും കുറേ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ഇഫ്താറിൻ്റെ ടൈമായി. പിന്നെ അവിടെ ഇപ്പോൾ ഇഫ്താർ ഇതൊക്കെ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇഫ്താറിൻ്റെ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഐറ്റംസ് അങ്ങനെയൊക്കെ. അപ്പോൾ അതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും ഇനിയിപ്പോൾ വീട്ടിൽ പോയാലും നമ്മൾ ഇഫ്താറിൻ്റെ ടൈമിൽ വീട്ടിലൊന്നും എത്തൂല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇഫ്താർ ഇവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ആദ്യം തന്നെ ഇവിടെ ഈ സൈഡിലുള്ള ഈ മാമാത്തിൻ്റെ സ്റ്റോർ ഉണ്ടല്ലോ, ലൈക്ക് നല്ല ബ്യൂട്ടി പ്രോഡക്റ്റ്സ് അതൊക്കെ കിട്ടുന്ന സ്റ്റോറിൻ്റെ തൊട്ടടുത്തുള്ള വാഷ്റൂമിലാണ് ഗൈസ് പോകാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ മോളിൽ കയറിയാൽ ആദ്യം ഒന്ന് വാഷ്റൂം പോകണം. അതെന്തോ ഒരു എന്താ പറയുക, നിർബന്ധമായൊരു സംഭവമാണ്. അല്ലാണ്ട് ആ മാമാത്തിൻ്റെ പ്രോഡക്റ്റൊന്നും ഞാൻ മേടിക്കാൻ പോകണില്ല.
അങ്ങനെ നമ്മൾ പിന്നെ ഈ ഞാൻ പറഞ്ഞില്ല നേരത്തെ ആ ഡെക്കോർ ഐറ്റംസ് കുറച്ച് അതൊക്കെ വീഡിയോ എടുത്തു. ഇത് വെസ്റ്റ് സൈഡാണ് കേട്ടോ. വെസ്റ്റ് സൈഡിലാണെങ്കിൽ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ റേറ്റാണ് മക്കളെ താങ്ങാത്തത്. ഭയങ്കര പ്രൈസാണ്, ഓവർ പ്രൈസ്ഡാണ് ഗൈസ്. പക്ഷേ ക്വാളിറ്റി ഉണ്ട്, അതിൻ്റേതായ ഇതൊക്കെ ഉണ്ട്. നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രൈസിയാണ്, പക്ഷെ അതിനേക്കാളും ഒരു 3 ഇരട്ടി ക്വാളിറ്റി ഉണ്ടാവും. അവിടുന്ന് നമ്മൾ എന്തായാലും ഒന്നും എടുക്കാൻ പോണില്ല. അങ്ങനെ നമ്മൾ അതും കണ്ടിട്ട് കുറച്ച് അവിടെ കളക്ഷനൊക്കെ നോക്കി. പിന്നെ എൻ്റെ സിസ്റ്റർ കുറച്ച് റിച്ച് ആയതുകൊണ്ട് ഓൾ ഓൾറെഡി ഒരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ വെസ്റ്റ് സൈഡിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം സ്റ്റുഡിയോ. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ മൊത്തം ചോദിക്കുന്നുണ്ടാവും എനിക്ക് സ്റ്റുഡിയോന്ന് പ്രൊമോഷൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, പൈസ കിട്ടുന്നുണ്ടോ. അത്രയും വീഡിയോസ് ഞാൻ സ്റ്റുഡിയോൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല ഗൈസ്, നമ്മൾ മാംഗ്ലൂരിലുള്ള ആൾക്കാർക്ക് അറിയാം യൂഷ്വലി സ്റ്റുഡിയോ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യും. അങ്ങനെ അവിടുന്ന് കയറിയിട്ട് 2 മിനിറ്റ് ആകുമ്പോഴത്തേനും നമ്മൾ ടൈം നോക്കുമ്പോൾ ഓൾറെഡി 6:35 അങ്ങനെ എന്തോ ആയി. അങ്ങനെ നേരെ നമ്മൾ നമ്മുടെ മെയിൻ സംഭവമായ ഈ ഇഫ്താറിൻ്റെ ഇതില്ലേ, എന്തോ പേരുണ്ടായിരുന്നല്ലോ, ഫുഡ് സ്ട്രീറ്റ്, ഫിസ ബൈ നെക്സസ് മാളിൻ്റെ ഫുഡ് സ്ട്രീറ്റിലെത്തി ഗൈസ്. ഇവിടെ ആണെങ്കിൽ വൈഡ് വെറൈറ്റീസ് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണെന്ന് അറിയുമോ. ഇത് കുൽക്കി ഹബ്ബ് ഇവരുടെ സ്റ്റാൾ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കുലുക്കി എന്തായാലും മസ്റ്റ് ഐറ്റമാണ്. ഞാൻ ഓൾറെഡി മുമ്പ് ഒരു പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് മേടിച്ചു. പിന്നെ സ്നാക്സിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇങ്ങനെ കണ്ടപ്പോൾ ഇതൊക്കെ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ നല്ല ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളൊരു 3-4 ഐറ്റംസ് എന്തോ നമ്മൾ ട്രൈ ചെയ്തു, അതൊക്കെ അടിപൊളിയായിരുന്നു. അവിടുന്ന് നോമ്പ് തുറക്കാൻ സ്പേസ് ഒന്നുമില്ല കേട്ടോ ഇരിക്കാനുള്ള, ബിക്കോസ് ഓൾറെഡി നല്ല റഷാണ്, ഫുള്ളാണ്. ടേബിളൊക്കെ ആൾക്കാർ 4 മണിക്ക് വന്നിരുന്നെന്ന് തോന്നുന്നു, അത്രയ്ക്ക് റഷ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കായിരുന്നു, നമ്മളിങ്ങനെ അവിടെ റോഡിൽ എവിടെയെങ്കിലും നിലത്തിരുന്നിട്ട് നോമ്പ് തുറക്കാമെന്ന് പറഞ്ഞ് നാവെടുക്കുമ്പോൾ ഓൾറെഡി എല്ലാവരും നിലത്തിരുന്നിട്ടാണുള്ളത് റോഡിൽ. അങ്ങനെ നമ്മളൊരു സൈഡിൽ ഇങ്ങനെ ഇരുന്നു. ആ ടൈമിൽ പിന്നെ അങ്ങനെ നമുക്ക് ചമ്മലൊന്നുമില്ല, ബിക്കോസ് ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ അങ്ങനെ ഇരുന്നിട്ട് നോമ്പ് തുറന്നു. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്റ്റുഡിയോൻ്റെ അകത്തുനിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റായി. പെട്ടെന്ന് കൈ കിട്ടിയ ഒരു സാധനം, ഒരു ജ്യൂസും ഒന്നെന്തോ മേടിച്ചിട്ടാണ് നമ്മൾ നോമ്പ് തുറക്കാനിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത് വന്നിട്ട് ഇങ്ങനെ നോക്കി എന്തൊക്കെയുണ്ട്, വെറൈറ്റീസ് എന്തൊക്കെയുണ്ടെന്നൊക്കെ. അങ്ങനെ നോക്കിയിട്ട് മേടിച്ച വേറെ കുറച്ച് ഐറ്റംസ് ഇങ്ങനെ ആൾക്കാർ ട്രൈ ആക്കുന്നത് കണ്ടിട്ട് അത് നമ്മൾ മേടിച്ച് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം മേടിച്ചതൊക്കെ ഒന്നും ഫ്ലോപ്പ് ആയിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഓൾമോസ്റ്റ് ഒക്കെ ചിക്കൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ, അതുകൊണ്ട് നല്ലൊരു ചിക്കൻ ഇഷ്ടമല്ലാത്ത ആരാളുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കഴിക്കാത്ത കുറേ സ്നാക്സ് അവിടെ കണ്ടു, പേരൊന്നും എനിക്കറിയില്ല. ഈ സ്വീറ്റ് ഐറ്റം എൻ്റെ ഫ്രണ്ട് മേടിച്ചതാണ് കേട്ടോ. ഞാൻ സ്വീറ്റിൻ്റെ ആളല്ല, പക്ഷേ ഇത് ഫ്രഷ്ലി നമുക്ക് അവിടെ നിന്ന് തന്നെ അവർ ഈ വാഫിൾ ടൈപ്പിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചോക്ലേറ്റ് വെച്ച് തരുന്നുണ്ട്. ട്രൈ ആക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും പകുതി കഴിച്ചു. മോള് മൊത്തം ലൈറ്റിങ്സൊക്കെ ആക്കിയിട്ട് നല്ല സെറ്റാക്കി വെച്ച് കാണും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് നൈറ്റ് കുറേ ലൈക്ക് മോർണിംഗ് വരെ ഓപ്പൺ ആണെന്ന് തോന്നി. ഈ ഫുഡ് സ്ട്രീറ്റൊക്കെ സിറ്റി സെൻറ്ററിലൊന്നും ഓപ്പൺ ആയിട്ടുണ്ട്, അതും രാവിലെ വരെ ഉണ്ട്. ഈ ചോക്ലേറ്റിൻ്റെ ഐറ്റമിൻ്റെ അടുത്ത് കുറേ കിഡ്സ് ഉണ്ടായിരുന്നു, പിള്ളേരൊക്കെ ഫുള്ള് അവിടെ ആയിരുന്നു. ഇതിൻ്റെ അകത്തൊന്ന് റഷ് നിങ്ങൾ നോക്കിക്കേ, ഫുള്ള് ഈവൻ നോൺ മുസ്ലിംസ്. അങ്ങനെ നമ്മൾ ഇഫ്താറിൻ്റെ ആൾക്കാരെന്ന് മാത്രമൊന്നുമല്ല, കുറേ നോൺ മുസ്ലിംസ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഫുഡ് ഐറ്റംസ് അല്ലേ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന സാധനമൊന്നും അല്ലല്ലോ. ഇങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ സ്റ്റാൾസ് ഇടുമ്പോഴല്ലേ ഇങ്ങനത്തെ വെറൈറ്റി ഫുഡൊക്കെ കിട്ടുള്ളൂ ഒരു സ്ഥലത്ത്. അതും ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ കഫേയിൽ പോയാൽ അവിടെ എന്തൊക്കെ സ്പെഷ്യൽ അതേ കിട്ടുള്ളൂ. ഇതിപ്പോൾ കുറേ സ്റ്റാൾസ് ഉള്ളതുകൊണ്ട് എല്ലായിടത്തും വെറൈറ്റി ഐറ്റംസൊക്കെ ഒരേ സ്ഥലത്ത് കിട്ടുമല്ലോ. അങ്ങനെ കുറേ നോൺ മുസ്ലിംസിനെ കണ്ടിട്ടോ, എല്ലാവരും ഫുഡ് ഒന്നൊന്ന് മാറി ട്രൈ ആക്കുന്നുണ്ടായിരുന്നു.
നമ്മളിതെന്തോ റഷ്യൻ ചിക്കൻ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പേര് പറഞ്ഞ ആൾ അങ്ങനെ അതും മേടിച്ചു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ലൈക്ക് പുറമേ ക്രിസ്പി ആയിട്ടുള്ള മറ്റേ ഇതില്ലേ വേമസില്ലി ഇല്ല അതിൻ്റെ കോട്ടിംഗ് ഒക്കെ ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആ ടൈപ്പ് ഓഫ് ഒരു ഇത് ഇതിൻ്റെ ടെക്സ്ചർ അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ചിക്കനിൽ ഇത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ വലിയ പീസ് ഇപ്പം അയാളാണ് വെച്ചത്. അത് ചിക്കൻ ബ്രെസ്റ്റാണ്. അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ വോയിസ് ഓവറിൽ മൊത്തം ബാക്ക്ഗ്രൗണ്ട് ബഹളം കേൾക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് ഡിലീറ്റ് ചെയ്ത് മടുത്ത്. ഞാനിത് 10ാമത്തെ പ്രാവശ്യം വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇരിക്കട്ടെ, എനിക്ക് വയ്യ, സത്യം പറഞ്ഞാൽ വയ്യ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളും പിന്നെ എൻ്റെ കസിൻ്റെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ ആയിട്ട് ഇത് സൺഡേ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ബഹളം ഇതൊക്കെ. ഞാൻ 10 പ്രാവശ്യം പറഞ്ഞു കുറച്ച് മിണ്ടാതിരിക്കുക കുട്ടികളെ, ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. സമ്മതിക്കണില്ല. നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടോ. ഞാൻ അതുകൊണ്ടാണ് മോസ്റ്റ്ലി രാത്രി തന്നെ വോയിസ് ഓവർ കൊടുക്കുക. അതാവുമ്പോൾ ഒരു ഉറക്കപ്പിച്ചുള്ള സൗണ്ടും. സാരില്ല ഗൈസ്, അഡ്ജസ്റ്റ് ചെയ്തേക്ക്. പിന്നെ ഈ പാനിപൂരി ആൾക്കാർക്ക് അറിയായിരിക്കും. ബാംഗ്ലൂർ ഫേമസ് പാനിപൂരിയാണ്. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ കഴിക്കാനുള്ള മൂഡുണ്ടായിരുന്നില്ല. ഈ 2 ആൾക്ക്, എൻ്റെ അനിയത്തിയും പിന്നെ ഇതുണ്ട് അനിയത്തിൻ്റെ ഫ്രണ്ടാണ്, ഓക്കൊക്കെ പാനിപൂരി എന്ന് വെച്ചാൽ ജീവനാണ്. അപ്പോൾ ഞാൻ ചോദിക്കണ്ടായിരുന്നു നോമ്പ് തുറന്ന വായിൽ എങ്ങനെ ഇത് കയറുന്നൊക്കെ. അങ്ങനെ അവിടുന്ന് പാനിപൂരിയും കഴിച്ചു. നിങ്ങൾ ബാംഗ്ലൂരുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യട്ടോ. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. എന്നും നമ്മൾ വീട്ടിൽ നിന്നല്ലേ നോമ്പ് തുറക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു വെറൈറ്റി എക്സ്പീരിയൻസും കൂടിയാണ്. നല്ല ടേസ്റ്റുള്ള കുറേ സ്നാക്സ്, നമ്മൾ യൂഷ്വലി ഉണ്ടാക്കാത്ത ടൈപ്പ് സ്നാക്സൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വേറെ വീഡിയോ ആയിട്ട് ഇനിയും വരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.